അപ്പോൾ എല്ലാവർക്കും നമ്മളെ 2 മിനിറ്റ് വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂട്ടറിൽ ഹാൻഡിൽ പിടിക്കുന്ന രീതി. ഒരു കാരണവശാലും നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ ബലം കൊടുത്ത് പിടിക്കരുത്. വളരെ ഫ്രീ ആയിട്ട് വേണം നമ്മൾ കൈ വെച്ചേക്കാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ നമ്മൾ കൈ സ്ട്രോങ് ആയിട്ടാണ് ഇതിൽ ഹാൻഡിൽ പിടിച്ചേക്കുന്നതെങ്കിൽ നമ്മളെ ഷോൾഡറിന് ലോങ് ടൈം നമ്മൾ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഷോൾഡർ പെയിനൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല, നമുക്ക് ബെറ്റർ കൺട്രോൾ കിട്ടാനായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നതിന് പകരം കൈ റിലാക്സ്ഡ് ആയിട്ട് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് പിടിക്കുമ്പോഴാണ് ബെറ്റർ കൺട്രോൾ ഉണ്ടാവുക. പല ആൾക്കാരും പ്രത്യേകിച്ച് തുടക്കക്കാരെല്ലാം പേടി കൊണ്ടാണ് കൈ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നത്. അങ്ങനെയല്ല, ഇനി നിങ്ങൾ ഓട്ടിക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കൈ പിടിക്കുക. അതിപ്പോൾ ഏതൊരു സ്കൂട്ടറായാലും ബൈക്കായാലും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിനാണ്. അതെനിക്ക് റീസെൻ്റ്ലി ഒരു 50 കിലോമീറ്റർ സ്കൂട്ടിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് 30 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ശകലം ബാക്ക് പെയിൻ ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യാതെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്ത് പോകുന്നതാണ് എപ്പോഴും നമ്മുടെ ബാക്ക് ഏരിയയ്ക്ക് നല്ലത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വെയിലുള്ള സാഹചര്യത്തിലാണ് സ്കൂട്ടറോ ബൈക്കോ മറ്റോ ഓട്ടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചിട്ടേ നമ്മൾ ഡ്രൈവ് ചെയ്യാവൂ. കാര്യം നമ്മളെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാനും നമ്മൾ ക്ഷീണിക്കാനും, നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആവാനും നമ്മുടെ ബോഡി ക്ഷീണിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വണ്ടി ഓട്ടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധ വെച്ചേക്കുക. താങ്ക് യു.